അല്ല വേറെ കാര്യങ്ങൾ പറയാം, അഡ്വാൻസ് ആശംസകൾ നേരുന്നു. കാരണം ഇത് ഒരു കഷ്ടപ്പാടിന്റെ വിജയമാണ്. കാരണം ഒരുപാട് വെളി പറയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ടാവും ഇവിടം വരെ എത്താൻ വേണ്ടി സിനിമയുടെ പിന്നില് അല്ലെ ഒരുപാട് കാര്യങ്ങളുണ്ടാവും. കാരണം അത് മുന്നിലേക്ക് എത്തട്ടെ, ജനങ്ങൾ കാണട്ടെ, ആ സിനിമ കണ്ട് ഇനി നല്ലൊരു സിനിമ വീണ്ടും വീണ്ടും നല്ല സിനിമയായിട്ട് വരാൻ പ്രാർത്ഥിക്കുന്നു. പലിൻ ജോസ് പെരേരയുടെ നല്ലൊരു നടനെ നമുക്ക് ഈ ഒരു ഇതിലൂടെ കാണാൻ പറ്റട്ടെ. ഒരു കാര്യം കൂടി പറയണം, ചേച്ചി പറഞ്ഞൊരു കാര്യം അനുഭവം ചേച്ചി പറഞ്ഞപ്പോൾ ഞാൻ പറയണം. കാരണം എനിക്കൊരു അനുഭവം ഉണ്ടായതാണ്, സിനിമയല്ല. ഇപ്പൊ ചേച്ചിയുടെ മകന്റെ ഒരു കാര്യം പറഞ്ഞു തന്നല്ലോ. കാരണം കുറച്ച് പിള്ളേരൊക്കെ മുമ്പ് ഉപദ്രവിച്ചത്. ഞാൻ എന്റെ വീടിന്റെ അടുത്ത് പോയപ്പോ തർബീത് സ്കൂളിന്റെ അടുത്ത് ഇങ്ങനെ കുറച്ച് കുട്ടികളോട് ഭയങ്കര തല്ല്. അപ്പൊ ഞാൻ ചെന്ന് പിടിച്ചു മാറ്റപ്പെടുന്ന ഈ ചക്കപ്പഴത്തിലൊക്കെ ഈച്ച പൊതിയില്ലേ, മുളങ്ങിയില്ലേ, ഇതൊരു എന്നെ ഇങ്ങനെ ഇട്ട് പിടിക്കും, നമുക്ക് അനങ്ങാൻ പറ്റാത്ത രീതി. കാരണം ഇപ്പോഴത്തെ ജനറേഷൻ അതാണ്. അതായത് പുറത്ത് അപ്പൊ ആ ഒരു കൊച്ചു പയ്യനായിട്ട് ചവിട്ടുക. അപ്പൊ ഞാനൊന്നും നോക്കിയെന്നില്ല. ഞാൻ അപ്പുറത്തേക്ക് ഒരു ഇക്ക ഓടി വന്നു, ഒരു കമ്പ് എടുത്തുകൊണ്ട്. അപ്പുറത്തേക്കുമാര് വിട്ടുപോയി. അവിടെ അടുത്തുള്ള ഒരു ഇക്ക വന്നിട്ട് രണ്ടാമാർക്കൊരു തല്ലും വെച്ച് കൊടുത്തു. എന്ന് വെച്ചാൽ ആ കൊച്ചു ചത്തുപോയാലോ, ആ രീതിയാണ്. പിന്നെ പറഞ്ഞു വന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഴയ കാലത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉച്ച സമയങ്ങളിൽ ഞങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐസും കട്ടയൊക്കെ ഫ്രിഡ്ജിൽ വെച്ചാണ് വാങ്ങാനും ബദാങ്ക ഇല്ലേ അതൊക്കെ എടുക്കാനൊക്കെ പോയിക്കൊണ്ടിരുന്നത്. പിന്നെ സിനിമാ പടം, ദേവാസുരത്തിന്റെ ഒക്കെ പടം കിട്ടുന്നത് വീട്ടിൽ കൊണ്ട് ഒട്ടിക്കാൻ വേണ്ടി ചോറും പൊതി കിടന്ന് കിട്ടും. ഓഫാബി പടമൊക്കെ ഇല്ലേ. അപ്പൊ അങ്ങനെയായിരുന്നു അന്ന്. ഇതേപോലെ വാട്സപ്പോ ഫേസ്ബുക്കോ ഒന്നുമില്ല. ഇപ്പോഴത്തെ സിനിമകൾ തന്നെ കണ്ടില്ലേ, വെട്ടും കുത്തും അല്ലെ വരെ. അതൊക്കെ കണ്ടാണ് ജനങ്ങൾ പഠിക്കുന്നത്. മയക്കുമരുന്നൊക്കെ കഴിക്കണം എന്ന രീതിയാണ് സിനിമയിൽ കാണിക്കുന്നത്. പക്ഷെ സിനിമയിൽ കാണിക്കുന്ന മയക്കുമരുന്നാണെങ്കിലോ ഗ്ലൂക്കോസ് പൊടിയോ അല്ലെങ്കിൽ അതുപോലത്തെ സാധനങ്ങൾ, വൈറ്റമിൻ, അത് കണ്ടിട്ടാണ് ജനങ്ങൾ ഇപ്പൊ തലമുറ വരുന്നത്. അത് ഒരിക്കലും ഒരു സിനിമ എന്റർടൈൻമെന്റ് ആയിട്ട് മാത്രം എടുക്കാൻ പാടുള്ളൂ. ഇത് ഒരിക്കലും ഒരാൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ പ്രചോദനം നൽകുന്ന എന്തോരം സിനിമകൾ ഇന്ന് മലയാളത്തിൽ അതെന്താ ആരും എടുക്കാത്തത്? ഇപ്പൊ നമ്മുടെ മുന്നിൽ ജീവിച്ച് മരിച്ച ഒരു മഹത് വ്യക്തിയുണ്ട്, മഹാത്മാഗാന്ധി. നമ്മളോട് പറഞ്ഞത് ഒരു കാരണത്ത് അടിച്ചാൽ ഇവിടെ ഒരു കാരണത്ത് അടിക്കണ്ട, കയ്യ സിനിമയെ കുറിച്ച് എന്താണ് അഭിപ്രായം? വളരെ നല്ല അഭിപ്രായം. സിനിമയായിട്ട് അതൊക്കെ സ്വന്തം പല്ലിട കുത്തി മണപ്പിക്കുക, അത്രേ ഞാൻ പറയുന്നുള്ളൂ. കാരണം എന്താന്ന് അല്ല, ഞാൻ ആദർശല്ലേ, ഞാൻ ആദർശനോട് ഒരു ചോദ്യം ചോദിക്കട്ടെ. ഞാൻ പൊതുവായിട്ട് ഇവിടെ നിന്ന് കുറെ കാര്യങ്ങൾ പറഞ്ഞു. ഇങ്ങനെ ആദ്യം പറഞ്ഞൊരു ഡയലോഗ് എന്താ, ഇത് എന്നെ കുറിച്ചാണ്, എന്നെ മാത്രമാണ് എന്ന് സ്വയം കുറ്റേറ്റെടുത്തത് എന്റെ കുറ്റാണോ? ഞാൻ അഭിലാഷ് ആട്ടായാണ്, അല്ല അഭിലാഷ് ആട്ടായോ ആണ് അതിന്റെ പ്രശ്നം. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞു എന്നെ കുറെ പേര് ചേർന്ന് പീഡിപ്പിച്ചു, അഭിലാഷ് ഏറ്റെടുക്കുകയാണ്, അത് ഞാനാണ്. ഞാൻ അഭിലാഷാണ് എന്നെ പീഡിപ്പിച്ചെന്ന് ഞാൻ പറഞ്ഞോ? അപ്പൊ അത് ഏറ്റെടുത്തത് ആരാ? ഇപ്പൊ ചേച്ചി പറഞ്ഞല്ലോ, ഇപ്പൊ മറ്റേ നമ്മുടെ ഷോർട്ട് ഫിലിംസ് അങ്ങനെ വലിയ മറ്റേ അഭിനയം കണ്ടിട്ടില്ലെന്ന് പറഞ്ഞല്ലോ. അപ്പൊ അതിനെപ്പറ്റി ഞാൻ പറയാം. അത് ഇപ്പൊ എന്തുകൊണ്ടാണ് ഞാൻ ചെയ്ത വർക്കുകൾ മറ്റേ പേര് എല്ലാരും കറക്റ്റ് ആയിട്ട് പറയില്ല. പക്ഷെ എന്തായാലും ഒരു ഷോർട്ട് ഫിലിം ഓരോ പേരുണ്ടല്ലോ. ഇപ്പൊ ഒരു ദിവസം ലുലുമാള ഇരിക്കുകയായിരുന്നു. ലുലുമാള ഇരുന്നപ്പോ അറട്ടന്റെ ഫോണിലേക്ക് ഒരു കോള് നോക്കിയപ്പോ വിനയ് ഫോട്ടോ വിളിച്ചു. കത്തി കാര്യം വിട്ടാ പുള്ളി പറയാന്നറിയില്ല, എന്നാലും വിളിച്ച കാര്യം പറയാം. അപ്പൊ ഒരു ദിവസം ഇവനോട് ടിനി ടോം നിന്നെ വിളിച്ചോ? സത്യം പറ. അല്ലല്ല, ഞാൻ അങ്ങോട്ട് വിളിച്ച എന്റെ പൊന്നലനെ, നീ അത് ഇത് അറട്ടണ്ണെ വിളിച്ച അറട്ടണ്ണ അങ്ങോട്ട് വിളിച്ച വിനയ് ഫോട്ടോ. അപ്പൊ അറട്ടണ്ണ അങ്ങോട്ട് വിളിച്ച സത്യം പറ, സത്യം പറ. ഇനി ഇവന് വിനയ് ഫോട്ടോ പറഞ്ഞു, താങ്കള് മറ്റേ ചെയ്യുന്നുണ്ടല്ലേ, കാണുന്നുണ്ട്. കാരണം താങ്കൾ ഈ കാണിക്കുന്ന അതല്ല, താങ്കൾ കാണിക്കൊന്നും അല്ലെന്ന് താങ്കൾ മനസ്സിലാക്കണം പറയുന്നത്. കാരണം മറ്റേ അറട്ടണ്ട ഒരു പെണ്ണുമായിട്ടൊരു ഷോർട്ട് ഫിലിം കണ്ടെന്ന് പറഞ്ഞു. അതില് അത്യാവശ്യം ചെയ്യും പറ്റുമെന്ന് എന്നോടാ വിളിച്ചത്. എനിക്ക് പേര് പറഞ്ഞില്ല, പേര് പുള്ളിക്ക് അറിയില്ല എന്ന് പറഞ്ഞു. നടിനേറ്റാണെന്ന് ചോദിച്ചപ്പോ പേര് അറിയില്ല. അറട്ടണ്ട ഒരു പെണ്ണുമായിട്ടുള്ള ഒരു സീക്വൻസ് ഒക്കെ ഉള്ള സാധനം കണ്ടു, റൂം ബോയ് ആയിട്ടുള്ള സാധനം. അപ്പൊ അത് കണ്ടിട്ട് വിനയ് ഫോട്ടോ എന്നുള്ള രീതിയിൽ പ്രശംസിച്ച് കൊള്ളാം, തങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റും. ആദർശേ, ഇവരെ കുറിച്ച് ഒരു കാര്യം നമ്മൾ ഇവരോട് സംസാരിക്കാൻ വരുമ്പോ ഇവരാരാന്ന് ആദ്യം നമ്മൾ അറിഞ്ഞിരിക്കണം. അതറിയാതെ ഞാൻ ഇവരോട് വന്നിട്ട് അലൻ ആരാ, അഭിലാഷ് ആരാന്ന് ചോദിച്ചിട്ട് കാര്യമില്ല. ഞാൻ പറഞ്ഞില്ലേ അലനെ ഉപയോഗിക്കുന്നത് നിഷ ഇടുക്കി പ്രൊഡ്യൂസ് ചെയ്ത ഒരു വർക്ക്, നിഷ ഇടുക്കിയുടെ ഒരു വർക്ക് ഉള്ള കാര്യം പറയാം. ഇവനെ അഭിനയിക്കാൻ അറിയില്ല എന്നല്ലല്ലോ ഞാൻ പറഞ്ഞത്. ചെയ്തത് കുറ്റം വന്റെ അല്ല, ഇവനെ വെച്ച് ചെയ്യുന്നത് ആരാണോ. ഞാൻ ഡയറക്ടർ ആണെങ്കിൽ എന്റെ കഥാപാത്രം എങ്ങനെ ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞു കൊടുക്കണം. അത് പറഞ്ഞു കൊടുക്കാതെ
ഒരു സ്ഥലത്ത് ക്യാമറ വെച്ചിട്ട് അല്ലെങ്കിൽ ഇതാണ് നിനക്ക് ഇഷ്ടമുള്ളത് പോലെ അഭിനയിച്ചോ പറഞ്ഞാൽ നമ്മൾ എന്താണെന്നുള്ളത് നമുക്കറിയാലോ.